ഉച്ചക്കലത്തെ ഉറക്കം എഴുന്നേറ്റത് ഈ അണ്ണാറക്കണ്ണൻ്റെ ചിൽച്ചിൽ ശബ്ദം കേട്ടാണ്. ഭയങ്കര സൗണ്ടായിരുന്നു. വീട്ടിലിരുന്നപ്പോൾ വെളിയിലത്തെ ആ സൗണ്ട് നല്ലതായിട്ട് കേൾക്കാറുണ്ട്. വന്ന് നോക്കിയപ്പോൾ മരത്തിൽ അവിടെ ഇവിടെയായിട്ടെല്ലാം കുറേ അണ്ണാനിരിപ്പുണ്ട്. കുറേ അണ്ണാറക്കണ്ണന്മാർ പ്ലാവിൻ്റെ മുന്നിലായിട്ട് ഓടിച്ചാടി നടക്കുന്നു. സംഭവം എന്താണെന്ന് എനിക്ക് പതിവില്ലാത്ത കാഴ്ചയാണ്. സംഭവം വേറെ ഒന്നുമല്ല, അവിടെ ചക്ക പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. അത് തിന്നാൻ വേണ്ടി വന്നതാണ് അണ്ണാറക്കണ്ണന്മാരെ. അപ്പം ഫുൾ ഒരു മൂന്നല്ല അതിൽ കൂടുതൽ 4-5 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണമാണെങ്കിൽ ആ മരത്തിൽ വാലൊക്കെ ചുറ്റി അതേ കൂട്ടിരുന്നിരുന്ന് ചിലയായിരുന്നു. പിന്നെ ഇടയ്ക്ക് വേറെ മറ്റേ കാക്കത്തമ്പുരാട്ടി എന്നൊക്കെ ഇവിടെ പറയുന്ന കുറേ കിളികളെ കണ്ടു. പിന്നെ കുറേ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് നടപ്പുണ്ടായിരുന്നു. ഒരു 3-4 ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഇവിടെ ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കാണുന്നത്. ഇത്രയും ബട്ടർഫ്ലൈസ് അണ്ണാനും കിളിയും എല്ലാം കൂടി ഒരുമിച്ച് വന്നേ. ഞാൻ ഈ സമയത്ത് വെളിയിലോട്ട് ഇറങ്ങാത്തതുകൊണ്ടാണോന്നും അറിയത്തില്ല. ബട്ട് ആദ്യമായിട്ടാണ് ഇത്രയും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണുന്നത്. കുറേ പിന്നെ ഇതെനിക്ക് തോന്നിയിട്ട് ഞങ്ങളുടെ പേരത്തത്താന്നൊക്കെ പറയും, കുട്ടിക്കുറുമനോ അങ്ങനെ ഒരു പേരാണ് ഇതിനല്ലാതുള്ളത്. പിന്നെ ഒരു തുമ്പിയെ കണ്ടു, പക്ഷെ ഫോക്കസ് ആയില്ല ഫോട്ടോ അങ്ങോട്ട്, അല്ല വീഡിയോ അങ്ങോട്ട്. പിന്നെ കുറച്ച് പറങ്ങാവിൻ്റെ മരമൊക്കെ നിൽക്കുന്നൊരു തോട്ടമാണ് ഇത്. നല്ല തെളിഞ്ഞൊരാകാശമായിരുന്നു. അപ്പോൾ ആകാശത്തിൻ്റെ കൂടെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇതാണ് കുറച്ച് പാറകളൊക്കെയാണ്. ഇതിൽ കയറുന്ന കുറച്ച് നേരം വിശ്രമിച്ചു. അങ്ങനെ കുറച്ച് ബട്ടർഫ്ലൈസിനെയൊക്കെ കണ്ടു. അതിൻ്റെ ചെറിയ കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇത് ഞങ്ങളുടെ ഇവിടെ പരിമളം എന്നറിയപ്പെടുന്ന ചെടിയാണ്. അന്നേരം നേരിട്ട് ഒരു ബട്ടർഫ്ലൈ കണ്ടു. അത് മാത്രം എനിക്ക് നല്ല രീതിയിൽ പോസ് തന്നു. ബാക്കിയെല്ലാം വീഡിയോ എടുക്കാറാകുമ്പോഴത്തേക്ക് എടുക്കാൻ തുടങ്ങുമ്പോൾ പറന്നു. ഇത് മാത്രം എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടി അവിടെ ഇങ്ങനെ പോസൊക്കെ ഇരുന്ന് തന്നു. ഇതൊക്കെ ഇവിടെ സ്ഥിരം കാണുന്ന കുറച്ച് ബട്ടർഫ്ലൈസ് ആണ്. എല്ലായിടത്തും കാണുമായിരിക്കും ഇതൊക്കെ. പിന്നെ കുറച്ച് മീനിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. ഇതൊക്കെ പണ്ട് മുതൽ ഇവിടെ ഉള്ള മീനാണ്. ഞാനതിനൊന്നും കെയർ പോലും ചെയ്യാറില്ല. ഇപ്പം ആ ഒരു ബക്കറ്റിൻ്റെ അവസ്ഥ കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എത്ര നാളെ ഞാൻ ഇതിനൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടെന്ന്.